മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് കൊച്ചിയിൽ തുടരുന്നു. ബിസിനസ് എക്സലൻസ് പുരസ്കാരം മന്ത്രി പി രാജീവ് വിതരണം ചെയ്തു. വിവിധ സെഷനുകൾ പുരോഗമിക്കുകയാണ്. ഏകദേശം ഒരു 15-16 വയസ്സായപ്പോൾ പുള്ളിക്ക് എങ്ങനെയെങ്കിലും ഗൾഫ് പോകണമെന്നായി. അങ്ങനെ ഗൾഫിലുള്ള അമ്മാവൻ അന്ന് ഈ പാസ്പോർട്ട് 15 വയസ്സിലൊക്കെ 18 വയസ്സെന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ അത് ട്രൈ ചെയ്തു. അപ്പം അമ്മ പറഞ്ഞു, വെറുതെ അവിടെ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, നിനക്ക് അറിയുന്ന പണി ഇവിടുന്ന് ചെയ്തിട്ട് എന്തെങ്കിലും അങ്ങനെ തുടങ്ങിക്കൂടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു 25,000 റുപ്യ മൂപ്പര് സഹായിച്ചു. അതിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു ചട്ടിയും കുറച്ച് പാത്രങ്ങളും ഒരു പൂട്ടിപ്പോയ കമ്പനിയിൽ നിന്ന് പോയിട്ട് വാങ്ങണം. അങ്ങനെ വീടിൻ്റെ സൈഡിലുള്ള ഒരു ഷെഡിൽ ചിപ്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അന്ന് നമ്മളൊക്കെ പഠിക്കുന്ന കാലമാണ്. അങ്ങനെ മൂപ്പര് ഒരു സൈക്കിൾ വാങ്ങിച്ചു. ആ സൈക്കിള് ആയിട്ട് രാവിലെ പാളയത്ത് പോവും. ഞാൻ കുറച്ച് ഇമോഷണലായി പോകുന്നുണ്ട് സംസാരിക്കുമ്പോൾ. അങ്ങനെ ആ സൈക്കിളുമായിട്ട് പാളയത്ത് പോയിട്ട് അന്ന് പാളയത്ത് ഈ ലോറിയിൽ പച്ചക്കായ ലോഡ് വരും. അത് ലോഡ് ഇറക്കി കഴിഞ്ഞാൽ അതിൽ ഇരികായ എന്ന് പറയും, ഈ ഉരിഞ്ഞു വെക്കുന്ന കായുണ്ട്. അത് മൂപ്പര് പെറുക്കി, അത് പൈസ വളരെ കുറവാണ്, അത് പെറുക്കിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് വീടിൻ്റെ സൈഡിലുള്ള ഒരു ഷെഡിൽ നിന്ന് വാപ്പ കായ പൊളിക്കും, മൂപ്പര് ചട്ടിക്ക് നിന്നിട്ട് പൊരിക്കും. ഉമ്മയും പെങ്ങളും നമ്മളെല്ലാവരും മക്കളെല്ലാവരും കൂടി അത് പാക്ക് ചെയ്യും. അങ്ങനെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു പീടിക ചരുവുണ്ട്. ഫ്രണ്ടിൽ ഷോപ്പും ബാക്കിൽ നമ്മളെ വീടുമായിരുന്നു. അവിടുന്ന് അത് വിൽക്കും. എനിക്കൊന്ന് ഡെയിലി ഒരു 500 മുതൽ 750 രൂപ ആ രീതിയിലാണ് കച്ചവടം. അങ്ങനെ അവിടുന്ന് ചെറിയ രീതിയിൽ അടുത്തുള്ള ഷോപ്പുകളിലേക്കൊക്കെ സപ്ലൈ ചെയ്ത് തുടങ്ങി. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. കപ്പ, മിക്സ്ചർ, ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ. അങ്ങനെ അവിടുന്ന് അടുത്തുള്ള ബേക്കറികളിലേക്കൊക്കെ സപ്ലൈ ചെയ്ത് തുടങ്ങി. ആ സമയത്താണ് ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ചെറുതാണെന്ന്. അന്ന് പുള്ളിക്കാരനൊരു രാഷ്ട്രീയ പരിപാടികളുണ്ട്. അങ്ങനെ അന്ന് അവിടെ മത്സരിച്ച ഒരാൾ അവിടുന്ന് ജയിച്ചപ്പം എതിർ സ്ഥാനാർത്ഥി, അത് നമ്മൾ ഈ വീട്ടിൻ്റെ തൊട്ടടുത്ത് ചെയ്യുന്നതിന് ലൈസൻസ് ഒന്നും ഇല്ല, ചെറിയ രീതിയിലില്ലേ. അങ്ങനെ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയത് ഒരു കോർപ്പറേഷൻ ഒരു നോട്ടീസാണ്, 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ കട അടച്ചു പൂട്ടണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ നോട്ടീസുമായിട്ട് കരഞ്ഞ് കോർപ്പറേഷൻ ഓഫീസിൽ പോയി. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ആരാണ്ടാ നിനക്ക് തന്നത്, നിൻ്റെ ഷോപ്പ് ആരും പൂട്ടിക്കാൻ വരില്ല, നീ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് കീറിക്കളഞ്ഞ് അവിടുന്ന് ഞാൻ അന്ന് വിചാരിച്ചത് 24 മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാ പരിപാടിയും അവസാനിപ്പിച്ചു. അന്ന് അവിടെ നിന്ന് തുടങ്ങി. പിന്നെ ഹോൾസെയിൽ സ്ഥാപനങ്ങളിലേക്ക് സപ്ലൈ ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ് ഹാരിസ്കൊക്കെ ദുബായിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ അതിൻ്റെ ചെയർമാനായിട്ട് വേറൊരു ബിസിനസ്സുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ അവിടെ പോയി അത് സംസാരിക്കുന്ന ആ വിഷയം ഒരു ഈത്തപ്പഴം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സായിരുന്നു. അങ്ങനെ അവിടെ പോയി ഇത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ ഒരു മാനേജറുണ്ട്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പരിപാടി? അപ്പം ഞാനിങ്ങനെ ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കടകളിലൊക്കെ സപ്ലൈ ചെയ്യലാണ്. അപ്പം അതിൻ്റെ ചെയർമാൻ പറഞ്ഞു, ഇയാൾ നമ്പർ വാങ്ങിച്ചോ, നമുക്ക് ആവശ്യം ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഒരു 2-3 അവർ തിരിച്ചു വന്നു. അവർ പോയ പരിപാടികളൊന്നും നടന്നില്ല. ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അവരെ കൊച്ചി ഓഫീസിലേക്ക് നമ്മളെ പ്രൊഡക്റ്റൊക്കെ സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ 3 ആളും